വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പം വിചാരിച്ചു ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, നൈറ്റ് സ്കിൻ കെയറും അതേപോലെ തന്നെ മോർണിംഗ് സ്കിൻ കെയറും. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ എപ്പോഴും ഷോർട്ടാക്കി വെക്കാനാണ് ഞാൻ ശ്രമിക്കൽ. ഞാൻ അധികം ഡയലോഗ് അടിക്കാണ്ട് മാക്സിമം ഞാൻ ഷോർട്ടാക്കി വെക്കാനാണ് ശ്രമിക്കൽ. പക്ഷേ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈഡായിട്ടുള്ള അതേപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം ഇതെല്ലാം എനിക്ക് കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സർട്ടിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് അല്ല. ഞാനിപ്പോൾ ഒരു 2 years ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല. ഒരുപാട് പിമ്പിൾസും ആക്നീസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്നാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. അല്ലാതെ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് റാൻഡം ആയിട്ടുള്ള പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നത് ഭയങ്കര സിവിയറായിട്ട് മുഖത്ത് പ്രശ്നമുള്ള ആൾക്കാരുടെ കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 90% അല്ലെങ്കിൽ ഒരു 95% ബ്യൂട്ടി വ്ളോഗേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സും മിക്കവാറും അത് പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കും. ഈവൻ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ 100 സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു 2 ബ്രാൻഡിൻ്റെ കൊളാബറേഷൻ പോലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും ഒരു ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെതായിരുന്നു. അപ്പം ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം 100 സബ്സ്ക്രൈബേഴ്സ് എത്തിയതല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ അവരെന്നെ കോൺടാക്ട് ചെയ്ത്, അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു മിനിറ്റ് ഞാൻ ചിന്തിച്ചു. ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, പേഴ്സണലി ഞാനൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരു ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് ഞാൻ കഴിക്കില്ല. അപ്പം ഞാൻ വെച്ചാൽ ഞാനിങ്ങനെ അപ്പം ബാക്കിയുള്ളവർക്ക് അത് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, അത് റെക്കമെൻഡ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെറുതെ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ബ്യൂട്ടി വ്ളോഗേഴ്സും ഈ ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത്, ഈ ഗ്ലൂട്ടാത്തയോൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിച്ചിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് മാത്രം നിങ്ങൾ കഴിക്കുക. അല്ലാണ്ട് ഇങ്ങനെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒന്നും കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവാണ്ട് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ബ്രാൻഡ്സും മോശം നല്ല ബ്രാൻഡ്സും ഉണ്ട്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണ്, നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ എന്താണ്, അതൊക്കെ നോക്കിയിട്ട് നല്ലോണം റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മളുടെ മുഖത്തൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളുടെ മുഖമാണ്, നമ്മളുടെ പൈസയാണ്. അപ്പം എല്ലാം നോക്കിയും കണ്ടും മാത്രം ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടല്ല. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സ്കിന്നിൻ്റെ ഒരു ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും, അതേപോലെ തന്നെ ഏജിങ് പ്രോസസ്സ് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനും, അതേപോലെ ടാനും കാര്യങ്ങളും അല്ലെങ്കിൽ പിമ്പിൾ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടല്ല. അല്ലാണ്ട് ഒരിക്കലും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടല്ല നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്കിൻ കെയർ ചെയ്താൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് ഇപ്പം അതേപോലെ തന്നെ നല്ല പേഷ്യൻസും വേണം. കാരണം ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ട് അത് നിർത്തല്ല വേണ്ടത്. ആക്ച്വലി ഇത് വർക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കണം. ഇപ്പം എനിക്ക് തന്നെ സ്കിൻ കെയർ ചെയ്തിട്ട് സ്കിന്നിൽ നല്ലൊരു ഡിഫറൻസ് തോന്നാൻ തുടങ്ങിയതൊരു സ്കിൻ കെയർ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോഴാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നിൽ ഒരു നാച്ചുറലി ഒരു ഹെൽത്തി ഗ്ലോ വരാൻ തുടങ്ങും. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇനി ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല. ഓക്കെ, സോ ഞാൻ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ക്ലെൻസറാണ്. ക്ലെൻസറിനകത്ത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക മൈൽഡായിട്ടുള്ള ക്ലെൻസറാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബയോഡെർമേൻ്റെ ഈ ഒരു ക്ലെൻസറാണ്. ഈ ക്ലെൻസർ നമ്മളിപ്പോൾ മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കില്ല, അതേപോലെ തന്നെ നല്ലോണം ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ
നമ്മൾ മുഖത്ത് ക്ലെൻസർ യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് എങ്കിലും ക്ലെൻസറിനെ കൊണ്ട് നല്ലോണം മുഖം ഇങ്ങനെ മസാജ് ചെയ്യാൻ നോക്കണം. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ഒരു ഇങ്ങനെ കഴുകിയിട്ട് കാര്യമില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് എങ്കിലും കൊണ്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഇത് എടുത്ത് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഞാൻ മുഖം ക്ലെൻസർ ഇട്ട് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മൈക്രോ ടവൽ യൂസ് ചെയ്തിട്ട് മുഖം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഒപ്പിയെടുക്കാനേ പാടില്ല, അല്ലാണ്ട് ഹാർഷായിട്ട് റബ്ബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. നമ്മൾ ബോഡിക്ക് യൂസ് ചെയ്യുന്ന ടവൽ ഒരിക്കലും നമ്മൾ ഫേസിന് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഫേസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ടവൽ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഈ ഫേസിന് യൂസ് ചെയ്യുന്ന ടവൽ ഞാൻ ബാത്റൂമിൽ തന്നെ ഇങ്ങനെ ഉണക്കാനിടൂല, എനിക്കെന്തോ ഇഷ്ടമല്ല. അതേപോലെ തന്നെ ഒരു ടവൽ ഞാൻ മാക്സിമം 2 അല്ലെങ്കിൽ 3 ദിവസം യൂസ് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാനിടും. എന്നിട്ട് പിന്നെ വാഷ് ചെയ്ത പുതിയ ടവലായിരിക്കും ഞാൻ യൂസ് ചെയ്യുക. അപ്പം ഞാൻ മുഖം ക്ലെൻസർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സി സിറാണ്. ഞാൻ മോർണിംഗ് യൂസ് ചെയ്തത്. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു വിറ്റാമിൻ സി സിറം, എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KLM C20% വിറ്റാമിൻ സി സിറാണ്. ഈ വിറ്റാമിൻ സി സിറം നമ്മൾ ബാക്കിയുള്ള പ്രോഡക്റ്റ്സൊക്കെ എല്ലാവരും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നനവ് പോകുന്നതിന് മുന്നേ തന്നെ ആ പ്രോഡക്റ്റ് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യണം, വേഗം എബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ വിറ്റാമിൻ സി സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുഖം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഫുൾ പോയതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ക്ലെൻസ് ചെയ്തതല്ലേ, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മുഖം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടാകുമ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. സോ എൻ്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആയി. ഇനി ഞാൻ ഈ ഒരു വിറ്റാമിൻ സി സിറം ഇടാൻ പോവാണ്. അതേപോലെ നമ്മൾ ഈ സിറം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഡാബ് ചെയ്യാണ് ചെയ്യാറ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നതിന് കാട്ടിങ്ങനെ ഡാബ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇട്ട് ആ പ്രോഡക്റ്റ് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടണമെന്ന് ഞാൻ കേട്ടു. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം പെട്ടെന്ന് നമ്മളിപ്പം പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം വിറ്റാമിൻ സി സിറം ഇനി മുഖത്തേക്കൊന്ന് അബ്സോർബ് ആവട്ടെ. അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നത് കാണാം. ഓക്കെ, സോ സിറം കഴിഞ്ഞു. നെക്സ്റ്റ് മോയ്സ്ചറൈസറാണ്. ഞാൻ ഈ ഒരു ഹൈഫണ്ട് ഈ ഒരു ബാരിയർ കെയർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒക്ടോബർ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ. അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു മോയ്സ്ചറൈസർ. കാരണം അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആയിരുന്നു, പോസ് ഒന്നും ക്ലോഗ്ഡ് ആക്കുന്നില്ല, അതേപോലെ തന്നെ വേഗം അബ്സോർബ് ആവുന്നുണ്ട് സ്കിന്നിലേക്ക്. പക്ഷേ ഒരു നവംബർ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ തണുപ്പ് കൂടിയ സമയത്ത് എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് ഇച്ചി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു വിൻ്റർ സീസണിന് എനിക്ക് വേണ്ടത്ര ഹൈഡ്രേഷനും ഒരു മോയ്സ്ചറൈസിങ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് മാത്രമല്ല പ്രശ്നം, ഇതിങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്രൊഡക്റ്റ് വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ തുറന്നിട്ട് ഇത് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം ആക്ച്വലി വരുന്നത്. ഇതങ്ങനെ എടുക്കുന്നത് നല്ല ഒരു ഇതല്ല. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ കയ്യിൽ വേറെ മോയ്സ്ചറൈസറും ഇല്ല. ഞാൻ നൈക്കയിൽ വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനി വരണം. ഓക്കെ, സോ മോയ്സ്ചറൈസർ ഞാൻ കണ്ണിൻ്റെ അടിയിൽ മോയ്സ്ചറൈസർ ഇടും. ഞാൻ വേറെ സെപ്പറേറ്റ് അണ്ടർ ഐ ക്രീം ഞാൻ യൂസ് ചെയ്യലില്ല. ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഞാൻ മോയ്സ്ചറൈസർ തേക്കലുണ്ട്. ഓക്കെ, സോ മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ എൻ്റെ അടുത്ത് 2 സൺസ്ക്രീൻ ഉണ്ട്. ഒന്ന് ഡോക്ടർ ഷേത്തിൻ്റെ ഈ ഒരു സെറമൈഡ് സൺസ്ക്രീനും പിന്നെ ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീൻ. ഇത് ഞാൻ
പുറത്തൊക്കെ പോകുമ്പോഴാണ് യൂസ് ചെയ്യൽ. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോക്ടർ ഷീത്തിൻ്റെ ഈ ഒരു സെറമൈഡ് സൺസ്ക്രീനാണ്. ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സിനകത്ത് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണിത്. പിന്നെ ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് എന്തായാലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര ഡ്രൈ ആവും സ്കിൻ. അല്ലാണ്ട് ഇപ്പം ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യലുണ്ട്. കാരണം ഈ ഒരു സൺസ്ക്രീനിനകത്ത് സെറമൈഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് മുഖം ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമല്ലോ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് വിറ്റാമിൻ സി സിറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരിക്കലും സൺസ്ക്രീൻ നമ്മൾ മിസ് ചെയ്യാനേ പാടില്ല. അത് ഞാൻ എൻ്റെ വേറൊരു സ്കിൻ കെയർ മിത്സ് വേഴ്സസ് ഫാക്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും എന്തായാലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. സോ മോർണിംഗ് അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. ദാറ്റ് ഈസ് ക്ലെൻസർ, വിറ്റാമിൻ സി സിറം, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിനെ പുറത്തുനിന്ന് മാത്രം കെയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം, നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കണം, പിന്നെ അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഷുഗർ കുറച്ചൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ബെറ്ററാവും. അപ്പോൾ നമ്മൾ പുറമേ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ഉള്ളിലും നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിലും കൂടെ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഒരു ഫിലിമിന് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഫിലിമിന് പോയതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടാണ് പോയത്. സോ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി എന്തായാലും ഡബിൾ ക്ലെൻസ് ചെയ്യും. ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി യൂസ് ചെയ്യുക ഈ മൈസല വാട്ടർ അല്ലെങ്കിൽ ഈ ക്ലെൻസിങ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യൽ. കൂടുതലും ഞാൻ ഈ മൈസല വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യൽ. ഇതൊരു അഫോർഡബിൾ ഓപ്ഷനാണ്, ഡബിൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു അഫോർഡബിൾ ഓപ്ഷനാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 249 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഇതിന് എനിക്ക് തോന്നുന്നു 1000 സംതിങ് ഉണ്ട് ഇതിന്. ഇത് നല്ലൊരു ഓപ്ഷൻ. ഇതും അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്യാമെന്ന്. ഈ ഓയിൽ ക്ലെൻസർ നമ്മളെ മുഖത്തുള്ള മേക്കപ്പൊക്കെ നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് നല്ലോണം റിമൂവ് ആക്കും. ഞാൻ എന്താ ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തണുപ്പായതുകൊണ്ട് എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്യാണ്. അപ്പം ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. കാണുന്നുണ്ടോ മേക്കപ്പ് റിമൂവ് ആയിട്ട് വരുന്നത്? ഞാൻ അങ്ങനെ കുറേ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കൺസീലറും പിന്നെ ബാക്കി യൂഷ്വൽ നമ്മൾ ലിപ്സ്റ്റിക്ക്, ഐബ്രോ, പിന്നെ ഐലൈനർ, ഇത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കണ്ണ് കാണുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഞാൻ രാവിലെ യൂസ് ചെയ്ത ബയോഡെർമേൻ്റെ സെയിം ക്ലെൻസർ വെച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബോഡി വാഷും കൂടെ ചെയ്തിട്ട് വരാം. സോ കുളിച്ചു, ബ്രഷ് ചെയ്ത് മുഖം ബയോഡെർമേൻ്റെ ഞാൻ രാവിലെ യൂസ് ചെയ്ത സെയിം ക്ലെൻസർ തന്നെ യൂസ് ചെയ്ത് ക്ലെൻസും ചെയ്ത് ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്നെയിൽ മ്യൂസിനാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്കിന്നിന് കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളും അങ്ങനെ മുഖക്കുരൊന്നുമില്ല. അങ്ങനെ മുഖക്കുരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സാലിസിലിക് ആസിഡിൻ്റെ ഈ ഓർഡിനറിൻ്റെ ഈ ഒരു സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യും. ഇപ്പം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഞാൻ നൈറ്റ് റൂട്ടീനിൽ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ സ്നെയിൽ മ്യൂസിൻ ഇടും. പിന്നെ സ്നെയിൽ മ്യൂസിൻ നമ്മൾ മുഖം കഴുകിയിട്ട് മിനിമം ഒരു 5 മിനിറ്റിനുള്ളിലെങ്കിൽ ഇത് മുഖത്ത് ഇടാൻ നോക്കുക, കാരണം ബെറ്റർ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്നെയിൽ മ്യൂസിൻ അല്ലാണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോഴാണ് സ്നെയിൽ മ്യൂസിൻ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാമെന്ന് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്.
സോ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഞാൻ അൺഡ്രൈയിൽ ഞാൻ അൺഡ്രൈയിൽ ഞാൻ പ്രത്യേകിച്ച് ക്രീമൊന്നും യൂസ് ചെയ്തില്ല. സ്നെയിൽ മ്യൂസിലും മോയ്സ്ചറൈസറും തന്നെ ഞാനിങ്ങനെ അൺഡ്രൈയിലും ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇനി ഈ സ്നെയിൽ മ്യൂസിനൊന്ന് സ്കിന്നിൽ നന്നായിട്ടൊന്ന് അബ്സോർബ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് മോയ്സ്ചറൈസർ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ തേക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ പമ്പ് ചെയ്യുമ്പം വരില്ല, അപ്പം നമ്മളിതിങ്ങനെ തുറന്നിട്ടെടുക്കണം. ഞാൻ രാവിലെ യൂസ് ചെയ്ത അതേ മോയ്സ്ചറൈസർ തന്നെയാണ്, അല്ലാണ്ട് എനിക്ക് രാവിലെ ഒരു മോയ്സ്ചറൈസർ രാത്രി അങ്ങനെയൊന്നുമില്ല. സെയിം തന്നെ, രാവിലെയും രാത്രിയും സെയിം മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യുക. ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒന്ന് വേഗം വന്നാൽ മതിയായിരുന്നു. എനിക്ക് ഇങ്ങനെ ഇതിനുള്ളിൽ പ്രൊഡക്റ്റ് ഉണ്ട്, അതെന്താ വരാത്തതെന്ന് അറിയുന്നില്ല. എനിവേസ് ഓക്കെ, ഇത് എനിക്ക് ഷൂട്ട് ചെയ്ത് തരാൻ ആരുമില്ല. പിന്നെ അതേപോലെ തന്നെ ട്രൈപോഡ് എന്നല്ലേ പറയാം, സ്റ്റാൻഡിന് അതും ഇല്ല. അപ്പം എനിക്ക് അതുകൊണ്ട് ഒരു ആംഗിൾ ശരിയാവുന്നില്ല ഇത് ഷൂട്ട് ചെയ്യുന്ന. ഞാൻ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, മോയ്സ്ചറൈസർ ഇട്ട് ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ദാറ്റ് ഇസ് ഇനിയാണ് എൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. അത് ഈ മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാം. ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ഇത് ഞാൻ എൻ്റെ നൈറ്റിൽ മാത്രമേ ഞാൻ ഇടലുള്ളൂ. ഞാൻ അങ്ങനെ പകൽ ഞാൻ ഇടലില്ല. ഓക്കെ ഗൈസ്, അതായിരുന്നു എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.